സാധാരണ ശ്വാസത്തിൽ ശ്വാസത്തെ ദീർഘമാക്കാൻ ശ്രമിക്കും. വയറ്, നെഞ്ച്, അതുപോലെ തന്നെ ചുമലും നന്നായിട്ട് വികസിച്ചു. അതേപോലെ തന്നെ ശ്വാസം വിടുന്ന സമയത്ത് ചുമല്, നെഞ്ച്, വയറും ഒന്ന് കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങിയെടുക്കും. ശ്വാസത്തെ പൂർണ്ണമായും മുഖപേശികളെ പൂർണ്ണമായും അയച്ചു. അതുപോലെ തന്നെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടരുത്. പുറത്ത് നടക്കുന്ന പലതരത്തിലുള്ള ശബ്ദങ്ങളെയും നമസ്കാരം. ദീർഘമായ ശ്വാസത്തിലേക്ക് सहनौ भुनक्तु सह वीर्यं करभावहै तेजस्विनावधीतमस्तु मा विद्विषावहै. ॐ शान्ति शान्ति शान्तिः. രണ്ട് കൈകളും മുകളിലായി ചൂടിനെ പൂർണ്ണമായും മുഖപേശികളിലേക്ക് ആഗിരണം ചെയ്യാം. കഴുത്ത്, നെഞ്ച്, വയറ് പൂർണ്ണമായും ശരീരത്തിൽ താഴ്ഭാഗം, കഴുത്ത് മാത്രം നേരെ മുകളിലേക്ക് താഴ്ത്തി വലതുവശത്തേക്കും ഇടതുവശത്തേക്കും കണ്ണുകൾ തുറക്കാം. രണ്ട് കൈകളും സപ്പോർട്ടോട് പതുക്കെ രണ്ട് കൈകളും ഇന്റർലോക്ക് ചെയ്ത് തള്ളവിരലുകൊണ്ട് താടിയെ സ്പർശിക്കാം. പതുക്കെ പിറകിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാം. നേരെ മുകളിലേക്കൊന്ന് അതേ പൊസിഷനിൽ തന്നെ നിൽക്കാം. സാധാരണ ശ്വാസഗതി 2 3 4 5. പതുക്കെ തിരിച്ചു വരാം. രണ്ട് കൈകളും ശിരസിന്റെ പിറകിലേക്ക്, അതേപോലെ തന്നെ തല താഴ്ത്തിയിടുക, നേരെ താഴേക്ക് നോക്കാം. നട്ടിൽ നിന്നവർ തന്നെ ഇരിക്കട്ടെ. 2 3 4 5. തിരിച്ചു വരും. അതിനുശേഷം വലത് കൈകൊണ്ട് ഇടത് ചെവിയുടെ ഭാഗത്ത് പിടിക്കാം. എന്നിട്ട് വശങ്ങളിലേക്കൊന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. 2 3 4 5. തിരിച്ചു വരാം. ഇടത് കൈകൊണ്ട് വലത് ചെവിയുടെ ഭാഗത്ത് പിടിക്കാം. ഇടതുവശത്തേക്കൊന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. 2 3 4 5. തിരിച്ചു വരാം. അതൊക്കെ കഴുത്ത് താഴേക്ക് ബെൻഡ് ചെയ്യാം. നേരെ പെൻഡുലം മൂവ് ചെയ്യാം. നേരെ വലതുവശത്തേക്ക്, അതിനുശേഷം വലതുവശത്ത് നിന്ന് താഴേക്ക്, നേരെ ഇടതുവശം. നമ്മുടെ ക്ലോക്കിലെ പെൻഡുലം എങ്ങനെയാണോ പറഞ്ഞത് അതേ രീതിയിൽ 2 continue 3 4
4 5 തിരിച്ചു വരാം. നേരെ ശിരസ് പിറകിലേക്ക്, വലതുവശത്തൂടെ പതുക്കെ മുന്നിലേക്ക് റൊട്ടേഷൻ. ദീർഘമായ ശ്വാസം എടുത്ത് ശ്വാസം വിടുന്നതിനനുസരിച്ച് പിറകിലേക്ക്. 2 3 റിവേഴ്സ്. അതേ രീതിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനും ചെയ്യാം. നേരെ വലതുവശം പിറകിലേക്ക്, ഇടതുവശം നേരെ മുന്നിലേക്ക്. 3 കണ്ണുകൾ തുറന്നിരിക്കട്ടെ. 2 1 സ്റ്റോപ്പ് ചെയ്യാം. ദീർഘമായ ശ്വാസം മുകളിലേക്ക്, അതേപോലെ ദീർഘമായ ശ്വാസം. രണ്ട് കാലുകളും ചേർത്ത് വയ്ക്കാം. രണ്ട് കൈകളും ഒന്ന് ചേർത്ത് വയ്ക്കാം. എന്നിട്ട് നേരെ മുകളിലേക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് നോക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം. ശ്വാസം വിടുന്നതിനനുസരിച്ച് പതുക്കെ വശങ്ങളിലേക്ക്, ഇടതുവശത്തേക്കോ അല്ലെങ്കിൽ വലതുവശത്തേക്കോ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബാലൻസ് ചെയ്തേക്കാം. നേരെ മുന്നിലേക്ക് നോക്കാം. ഒരു തവണ കൂടി ദീർഘമായ ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മറുവശത്തേക്ക് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യട്ടെ. മുന്നിലേക്കോ പിറകിലേക്കോ പോകണ്ട, നേരെ വശങ്ങളിലേക്ക്. വീണ്ടും ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മറുവശത്തേക്ക് തിരിച്ചു വരാം. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ വലതുവശത്തേക്കൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ വലതുവശം നേരെ പിറകിലേക്ക് നോക്കാം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഇടതുവശത്തേക്ക്, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. വീണ്ടും തിരിച്ചു വരാം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നേരെ മറുവശത്തേക്ക്. ദീർഘമായ ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ തിരിച്ചു വരാം. രണ്ട് കാലുകളും ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക്. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഇടതുവശത്തേക്ക് കണ്ടിന്യൂ ചെയ്യാം. രണ്ടു തവണ കൂടി ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വലതുവശത്തേക്ക്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഇടതുവശത്തേക്ക്. കണ്ണുകൾ തുറന്നിരിക്കാം. ഒരു തവണ കൂടി. പതുക്കെ തല താഴ്ത്തിയിടുക. അതേപോലെ തന്നെ കൈകളും അതേപോലെ താഴ്ത്തിയിടുക. കാലുകൾ അല്പം അകത്തി വെച്ച് പതുക്കെ ഒരു ജർക്കിംഗ് മൂവ്മെന്റ് ചെയ്യാം. റബ്ബർ ബാൻഡ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് രണ്ട് തുടയുടെ മസിൽസുകളും സ്ട്രെച്ച് ചെയ്യുന്നതായി അറിയുക. അതേപോലെ പിറകിലെ ഭാഗത്ത് അനുഭവപ്പെടുന്ന ആ ഒരു സ്ട്രെച്ചസിനായി താഴേക്ക് ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നേരെ തിരിച്ചു വരാം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കൈകളും രണ്ട് കൈകളും നേരെ പിറകിലേക്ക്. കാലുകൾ അല്പം കൂടി ചേർത്ത് വയ്ക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തുന്നതിനോടൊപ്പം നേരെ മുകളിലേക്ക് നോക്കും. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴ്ത്തും. വീണ്ടും ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ മുകളിലേക്ക് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴ്ത്തും. രണ്ട് കുറവ്. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ, രണ്ട് കൈമുട്ടുകളും നിവർത്തി നേരെ മുകളിലേക്ക് നോക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴ്ത്തി. ഒരു തവണ കൂടി ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ മുകളിലേക്ക് ഉയർത്താം. നേരെ മുകളിലേക്ക് നോക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴ്ത്തി. കൈകൾ രണ്ടും ചേർത്ത് പിടിക്കാം. രണ്ട് കൈമുട്ടുകളും ചേർത്ത് ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് നേരെ മുകളിലേക്കൊന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. ഈ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നേരെ മുകളിലേക്ക് നോക്കാം. അതേ പൊസിഷനിൽ തന്നെ എത്താം. 2 3 4 5 തിരിച്ചു വരാം. രണ്ട് കൈകളും വശങ്ങളിലേക്ക്, രണ്ട് കൈപ്പത്തികളും നേരെ മുകളിൽ കാണത്തക്ക ഇത് നോക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം.
ശ്വാസം വിട്ടുകൊണ്ട് 1 2 3 4 5 തിരിച്ചു വരാം. റിലീസ് ചെയ്യാം. 2 ചുമലുകൾ റിലീസ് ചെയ്യാം. ദീർഘമായ ശ്വാസം. ദീർഘമായ ശ്വാസം പുറത്ത്. 2 കാലുകളും അല്പം അകറ്റി. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക് വരാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ കൊണ്ട് ഇടത് കാലും, അതേപോലെ ഇടത് കൈ കൊണ്ട് വലത് കാലും നേരെ മുകളിലേക്ക് നോക്കാം. 2 3 4 5 തിരിച്ചു വരാം. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകൾ റിലീസ് ചെയ്യാം. കാലുകൾ നേരെ ഇടത് വശത്തേക്ക് വരാം. വലത് കാല് നേരെ വലതുവശത്തേക്ക് കൊണ്ടുവരാം. അതിനുശേഷം നമ്മുടെ ഹിപ്പ് പരമാവധി വലതുവശത്തേക്ക്, കൈകൾ രണ്ടും വലത് തുടയുടെ ഭാഗത്തേക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽമുട്ട് മടക്കിയിട്ട് 2 കൈകളും നേരെ മുകളിലേക്ക് ഒന്ന് ഉയർത്താം. നന്നായിട്ട് ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാം. അതേ സമയത്ത് വലത് കാൽമുട്ട് നന്നായിട്ട് ബെൻഡ് ചെയ്യട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ 2 കൈകളും താഴേക്ക്, അതേപോലെ വലത് കാൽമുട്ടും നിവർത്തി. കേട്ടോ, ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും നേരെ മുകളിലേക്ക് ഉയർത്താം. ഒന്ന് പിറകിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നേരെ മുകളിലേക്ക് നോക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക് 2 തവണ കൂടി ആവർത്തിക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക് 1 തവണ കൂടി. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക് റിലീസ് ചെയ്യാം. ഇടത് കാല് ഇടതുവശത്തേക്ക്, വലത് കാല് ഇടതുവശത്തേക്ക് മറ്റുള്ള നിവർത്തിയിരിക്കാം. ഇടത് കാൽമുട്ട് നിവർന്നിരിക്കട്ടെ. വലത് കാൽമുട്ടും ഇപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടതുവശത്തേക്ക് കൊണ്ടുപോകാം. ദീർഘമായ ശ്വാസത്തോട് ഇടത് കാൽമുട്ട് മടക്കുന്നതിനനുസരിച്ച് 2 കൈകളും നേരെ മുകളിലേക്ക് ഒന്ന് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും താഴേക്ക് ബാലൻസ് ചെയ്ത് ഇടത് കാൽമുട്ടും വലത് കാൽമുട്ടും സ്ട്രൈറ്റ് ചെയ്യാം. വീണ്ടും ദീർഘമായ ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് കൈകൾ നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ 2 തവണ ശ്വാസം എടുക്കാം. നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ 1 തവണ കൂടി. ദീർഘമായ ശ്വാസം എടുക്കാം. നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ വീണ്ടും ഇതേ പൊസിഷനിൽ തന്നെ നിൽക്കാം. 2 കാലിന്റെ വിരലുകളും നേരെ വശങ്ങളിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കാൽമുട്ട് രണ്ടും ഒന്ന് ബെൻഡ് ചെയ്യാം. ഒന്ന് ബാലൻസ് ചെയ്ത് 2 കൈകളും കാൽമുട്ടിന് മുകളിൽ. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. താഴേക്ക് വരുന്ന സമയത്ത് ജനനേന്ദ്രിയ ഭാഗം ഒന്ന് കോൺട്രാക്ട് ചെയ്ത് വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നേരെ നിവർന്നു വരാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ 1 തവണ കൂടി. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ 1 തവണ കൂടി. അതേ പൊസിഷനിൽ തന്നെ നിൽക്കാം. കൈമുട്ടുകൾ നിവർത്താം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തേക്ക്, അതേ രീതിയിൽ ഇടതുവശത്തേക്ക്. 1 2 3 4 5 തിരിച്ചു വരാം. ഇതൊക്കെ കാലുകൾ റിലീസ്. ഓക്കെ, റിലാക്സ് ചെയ്യാം. ദീർഘമായ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും ഹിപ്പിന് വശങ്ങളിൽ വയ്ക്കാം. ഹിപ്പ് മാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ശ്വാസം ശ്വാസം 2 3 4 5 തിരിച്ച് 5 4 3 2 കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് 2 കാലിന്റെ ഉപ്പൂറ്റികളും നേരെ മുകളിലേക്ക് വരണം. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. 2 തവണ കൂടി. ദീർഘമായ ശ്വാസം എടുക്കാം. നേരെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ കേട്ടോ. ശ്വാസം എടുക്കാം. അതേ പോസിറ്റീവ് തന്നെ ആക്കട്ടെ. നേരെ മുന്നിലേക്ക് നോക്കാം. 2 3
ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. 4 5 6 7 സ്റ്റോപ്പ്. നേരെ ഇതേ പൊസിഷനിൽ തന്നെ വെക്കാം. അതിനുശേഷം രണ്ട് കാലുകളും അകത്തി. നേരെ ഇടത് കാല് നേരെ ഇടതുവശത്തേക്ക് കൊണ്ടുവരാം. ദീർഘമായ ശ്വാസം എടുക്കാം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തട്ടെ. ഒന്ന് പിറകിലേക്ക് പോവാം. രണ്ട് കാൽമുട്ടുകളും നിവർത്തി തന്നെ വെക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ നേരെ ഇടതുവശം മുന്നിലേക്ക്. പറ്റുമെങ്കിൽ കൈകൾ രണ്ടും ഇടത് കാലിന്റെ വശം കൊണ്ടുവയ്ക്കാം. നേരെ തല താഴ്ത്തിയിടുക. വയറിനുള്ളിലേക്ക് പിടിക്കാം. ഒരു തവണ കൂടി ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ മുകളിലേക്ക് ഉയർത്താം. ഒന്ന് പിറകിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യട്ടെ. അതേ രീതിയിൽ മുകളിലേക്ക് നോക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ ഇടതുവശത്തേക്ക്. രണ്ട് കൈകളും നേരെ ഇടത് കാലിന്റെ വശങ്ങളിലേക്ക്. തല താഴ്ത്തിയിടുക. 2 3 4 5 6 7. നേരെ മുന്നിലേക്ക് നോക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ മുകളിലേക്ക്. കൈകൾ രണ്ടും നേരെ വശങ്ങളിലൂടെ താഴെ. അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യാം. ദീർഘമായ ശ്വാസം എടുക്കാം. ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്താം. ഒന്ന് പിറകിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക്. വയറൊന്നുള്ളിലേക്ക് പിടിക്കാം. അതിനുശേഷം കൈകൾ രണ്ടും നേരെ വലത് കാലിന്റെ വശങ്ങളിൽ തല താഴ്ത്തുക. വിടും. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഒന്ന് ഉയർത്താം. ഒന്ന് പിറകിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക്. വയറൊന്നുള്ളിലേക്ക് പിടിക്കാം. തല താഴ്ത്തിടുക. പറ്റുമെങ്കിൽ കാൽമുട്ടിന് സ്പർശിക്കാൻ ശ്രമിക്കാം. 3 4 5 6 7. തിരിച്ചു വരാം. ദീർഘമായ ശ്വാസം എടുത്ത് ഇരു കൈകളും നേരെ മുകളിലേക്ക്. കൈകൾ രണ്ടും നേരെ വശങ്ങളിലൂടെ തല എടുക്കുക. അതിനുശേഷം രണ്ട് കാലും പിടിച്ചു. വൃക്ഷാസനം അല്ലെങ്കിൽ മറന്നുപോയി അല്ലേ? ശരി. രണ്ട് കാലുകൾ ചേർത്തിരിക്കാം. അതിനുശേഷം ഇടത് കാല് നേരെ ഇടതുവശത്തേക്ക് കൊണ്ടുവരാം. നേരെ ഇടത് കാല് നേരെ മുകളിലേക്ക് വരുത്താം. കൈകളുടെ സഹായത്തോടു കൂടി. ആ ഒരു രീതിയിൽ പറ്റാത്തവര് നേരെ കാഫ് മസിൽസ് ടച്ച് ചെയ്യാം. അല്ലെങ്കിൽ കാലിന്റെ വശങ്ങൾ, കാലിന്റെ മുട്ടിന് വശങ്ങളിൽ ടച്ച് ചെയ്യാം. നേരെ മുന്നിലേക്കൊരു പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിന് കൂടുതൽ പറ്റുന്ന ആൾക്കാർ നേരെ ഹീൽ നമ്മുടെ ഉപ്പൂറ്റി ജനനേന്ദ്രിയ ഭാഗത്തോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. അതിനുശേഷം അവരിപ്പോ തിരെ ബാലൻസ് കിട്ടാത്തവര് സൈഡിലൊന്ന് ടച്ച് ചെയ്തിട്ട് ചെയ്യാം. അതിനകത്ത് വലത് കാൽമുട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം. നേരെ മുന്നിലേക്ക് നോക്കാം. ബാലൻസ് കിട്ടി എന്ന് ഉറപ്പുണ്ടെങ്കിൽ പതുക്കെ രണ്ട് കൈകളൊന്ന് റിലീസ് ചെയ്യാം. നേരെ കൈകൾ രണ്ടും നമസ്കാര മുദ്രയിലേക്ക് ഹൃദയമധ്യത്തിലേക്ക്. ശ്വാസഗതിയെ ശ്രദ്ധിക്കാം. തീരെ ബാലൻസ് കിട്ടാത്തവര് നേരെ വാളിന്റെ സൈഡിലേക്ക് പിടിക്കാം. നേരെ ദീർഘമായ ശ്വാസം എടുക്കാം. പതുക്കെ രണ്ട് കൈകളും നേരെ മുകളിലേക്ക് ഒന്ന് ഉയർത്തട്ടെ. വീണ്ടും രണ്ട് തള്ളവിരലും ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം. അതിനുശേഷം നേരെ മുകളിലേക്കൊന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. നേരെ മുന്നിലേക്ക് നോക്കാം. നന്നായിട്ട് മുകളിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യട്ടെ. അതേ പോസ്റ്റിൽ തന്നെ 2 3 4 5. ഗുഡ്. പതുക്കെ രണ്ട് കൈകൾ റിലീസ് ചെയ്യാം. അതിനുശേഷം കൈകള് ഇതിനകത്ത് നമ്മുടെ വശങ്ങളിലേക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇത് വാളാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഒന്നോ രണ്ടോ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർക്ക് എന്താ പറയാ ബാലൻസിങ് പ്രശ്നമുണ്ട്. അത് സ്കിപ്പ് ചെയ്തിട്ട് പക്ഷെ മുന്നിലത്തെ ബാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. വീണ്ടും വലത് കാലിൽ ആവർത്തിക്കാം. കാലുകൾ ടൈറ്റ് ചെയ്ത് പിടിക്കാം. വലത് കാൽമുട്ട് വലത് വശത്തേക്ക് ഒന്ന് ബെൻഡ് ചെയ്യാം. അതിനുശേഷം വലത് കാലിന്റെ ഉപ്പൂറ്റി നമ്മുടെ ഇടത് കാൽവെണ്ണ അല്ലെങ്കിൽ കാൽമുട്ടിന് വശങ്ങളിൽ വയ്ക്കാം. ഓക്കെ. ബാലൻസ് നേരെ മുന്നിലേക്ക് തന്നെ നോക്കാം. നേരെ വശങ്ങളിലേക്കോ വേറെ ആരെയും നോക്കണ്ട. ഓക്കെ. ബാലൻസ് കിട്ടിയെന്ന് അറിയാൻ കുറച്ചുകൂടി വേണേലും മുകളിലേക്ക് കയറ്റി വയ്ക്കാം. അല്ലെങ്കിൽ അതേ പൊസിഷനിൽ തന്നെ വെക്കാം.
ഇടത് കാൽമുട്ട് അതുപോലെ തന്നെ ഇടത് കാലിന്റെ തിരിച്ചു വരാം. രണ്ട് കൈകളും നമസ്കാര മുദ്രയിലേക്കാം. കണ്ണുകൾ തുറന്നു തന്നെ നേരെ മുന്നിലേക്ക് വെക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തുന്നതിനോടൊപ്പം രണ്ട് തണ്ടവിരലൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കട്ടെ. നേരെ മുകളിലേക്ക് ഒന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. യെസ്, അതേ പൊസിഷനിൽ തന്നെ വെക്കാം. സാധാരണ ശ്വാസഗതിയെ ശ്രദ്ധിക്കാം. 2 3 ഇടത് കാൽമുട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കട്ടെ. 4 5 അതൊക്കെ ഈ ഒരു പൊസിഷനിൽ കുറച്ച് സമയം കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കാം. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കാലുകൾ റിലീസ് ചെയ്യാം. കൈകൾ രണ്ടും നേരെ വശങ്ങളിലേക്ക്. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്. ഇതേപോലെ ദീർഘമായ ശ്വാസം. ഒരു തവണ സൺ സല്യൂട്ടേഷൻ ചെയ്യാം. നേരെ മുന്നിലേക്ക് വരാം. കാൽ രണ്ടും ചേർത്ത് വയ്ക്കാം. കൈകൾ രണ്ടും നമസ്കാര മുദ്രയില്. കണ്ണടഞ്ഞിരിക്കട്ടെ. ശരീരത്തിന്റെ ബാലൻസ് ഒന്ന് ശ്രദ്ധിക്കാം. ഹൃദയസ്പന്ദന വേഗതയും ശ്രദ്ധിക്കാം. കണ്ണുകൾ തുറക്കാം. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ മുകളിലേക്ക് ഉയർത്താം. പിറകിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യട്ടെ. സാധാരണ ശ്വാസഗതി. 3 4 5 അതൊക്കെ മുന്നിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാം. വയറൊന്നുള്ളിലേക്ക് കയറ്റി പിടിക്കാം. കൈകൾ രണ്ടും നേരെ വശം. തല താഴ്ത്തിടുക. 2 3 4 5 കാൽമുട്ട് മടക്കാം. വലത് കാൽ നേരെ പിറകിലേക്ക് ഇറക്കിക്കാം. വലത് കാൽമുട്ട് തറയിൽ നേരെ മുകളിലേക്ക്. 2 3 4 5 ഇടത് കാൽ നേരെ പിറകിലേക്ക്. തല താഴ്ത്തിടുക. 1 2 3 4 5 ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴേക്ക്. നേരെ മുന്നിലേക്ക് നോക്കാം. 2 3 4 5 പൂർണ്ണമായും ശരീരം താഴേക്ക്. ഭുജംഗാസനം. മുകളിലേക്ക് നോക്കാം. 2 3 4 5 പർവ്വതാസനം. നാഭി ഉള്ളിലേക്ക് ഇരിക്കാം. തല താഴ്ത്തിടുക. നന്നായിട്ട് ചുമര് സ്ട്രെച്ച് ചെയ്യാം. 4 5 ഇടത് കാൽ നേരെ മുന്നിലേക്ക്. വലത് കാൽമുട്ട് തറയിൽ നേരെ മുകളിലേക്ക്. 2 3 4 5 വലത് കാൽ നേരെ മുന്നിലേക്ക്. തല താഴ്ത്തിടുക. 2 3 4 5 കൈകൾ രണ്ടും നേരെ മുകളിലേക്ക്. പിറകിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാം. 2 3 4 5 കൈകൾ രണ്ടും നമസ്കാരം. ഇടത് കാലിൽ ആവർത്തിക്കാം. ഹസ്ത ഉത്ഥാനാസനം. കൈകൾ മുകളിലേക്ക്. 2 3 4 5 പാദഹസ്താസനം. തല താഴ്ത്തിടുക. 2 3 4 5 അശ്വസഞ്ചാലനാസനം. ഇടത് കാല് പിറകിലേക്ക് മുകളിലേക്ക്. 2 3 4 5 പർവ്വതാസനം. 2 3 4 5 അഷ്ടാംഗ നമസ്കാരം അല്ലെങ്കിൽ സാഷ്ടാംഗ നമസ്കാരം. 2 3 4 5 ഭുജംഗാസനം അല്ലെങ്കിൽ സരള ഭുജംഗാസനം. 2 3 4 5 പർവ്വതാസനം. തല താഴ്ത്തിടുക. 2 3 4 5 അശ്വസഞ്ചാലനാസനം. വലത് കാലം മുന്നിലേക്ക്. മുകളിലേക്ക് നോക്കാം. 2 3 4 5 പാദഹസ്താസനം. 2 3 4 5 ഹസ്ത ഉത്ഥാനാസനം. 2 3 4 5 നമസ്കാരം. റിലീസ് ചെയ്യാം. രണ്ട് കാലുകളും അകത്തിരിക്കാം.
ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നേരെ മുകളിലേക്ക് നോക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്, തല താഴ്ത്തിടുക, കൈകൾ രണ്ടും നേരെ മുന്നിലേക്ക്. വീണ്ടും ദീർഘമായ ശ്വാസം എടുക്കാം. രണ്ടോടുകൂടി ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ മുന്നിലേക്ക്, ഒരു തവണ കൂടി ദീർഘമായ ശ്വാസം എടുക്കാം. പിറകിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. രണ്ട് കൈകളും ഇന്റർലോക്ക് ചെയ്ത് ചെസ്റ്റിനോട് ചേർത്ത് വയ്ക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും നേരെ മുകളിലേക്ക് നിർത്താം. മുകളിലേക്കും നോക്കാം, പിറകിലേക്കും വീണ്ടും തിരിച്ചു വരാം. ചെസ്റ്റിനോട് ചേർത്ത് വയ്ക്കാം. രണ്ട് തവണ കൂടി ദീർഘമായ ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നേരെ മുന്നിലേക്ക്. തിരിച്ച് കേട്ടോ. തിരിച്ചു വരാം. കൈ റിലീസ് ചെയ്യാം. ശവാസനം, കാലുകൾ അകത്തിരിക്കാം. കൈകൾ രണ്ടും കൈപ്പത്തി ആകാശം കാണപ്പെടുന്നു, സീലിംഗ് കാണപ്പെടുന്നു. ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായും തളർത്തിയില്ല, അല്ലെങ്കിൽ അയച്ചിട്ടില്ല. മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കാൻ ശ്രമിക്കുക. മാനസിക പിരിമുറുക്കങ്ങളെയും നമ്മുടെ ശരീരത്തിൻ്റെ ടെൻഷനുകളെയും അകറ്റാൻ വേണ്ടിയാണ് ശവാസനം അല്ലെങ്കിൽ മൃദാസനം ചെയ്യുന്നത്. ശവാസനം വിശ്രാന്തികരം, ചിത്ത വിശ്രാന്തികാരം. ഉപയോഗം ഗ്രന്ഥങ്ങളിലെ പറഞ്ഞിരിക്കുന്നു. ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ശരീരത്തെയും മനസ്സിനെയും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്വാസോച്ഛ്വാസത്തെയും ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ശരീരം അനങ്ങാതെ ഒരു ശവത്തെ പോലെ നമ്മുടെ ശരീരത്തെ കൊണ്ടുവരുന്നതാണ് ശവാസനം. ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും ചെയ്യാതെ പൂർണ്ണമായും റിലാക്സ് ചെയ്ത് കിടക്കുന്ന അവസ്ഥയെയും അതുപോലെ തന്നെ മനസ്സിനെയും ഒന്ന് റെഗുലേറ്റ് ചെയ്യുക. മനസ്സിലെ ചിന്തകളെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്, അതേപോലെ തന്നെ ദീർഘമായ ശ്വാസം പുറത്തേക്ക്. ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തെയും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെയും ഒന്ന് ശ്രദ്ധിക്കാം. ആന്തരിക അവയവങ്ങളെയും ബാഹ്യ അവയവങ്ങളെയും പൂർണ്ണമായും അയച്ചിട്ട് പൂർണ്ണമായും റിലാക്സ് ചെയ്യുക. അതേപോലെ തന്നെ മനസ്സിലെ ചിന്തകളെയും ഒന്ന് ക്രമീകരിക്കും. ഹൃദയസ്പന്ദന വേഗതയിൽ എല്ലാ നാഡീ ഇടുപ്പുകളെയും ശ്വാസോച്ഛ്വാസ വേഗതയെയും ശരീരത്തിൻ്റെ താപനിലയെയും ശ്രദ്ധിക്കാം.
കാൽവിരലുകൾ മുതൽ ശിരസ് വരെയുള്ള ഓരോ ഭാഗം ഒന്ന് മനസ്സിലൂടെ പെട്ടെന്ന് കൊണ്ടുപോവാം. ശരീരത്തിന്റെ മുൻഭാഗങ്ങളെ പൂർണ്ണമായും, പിറകുവശങ്ങളെ പൂർണ്ണമായും, വലതുവശം, ഇടതുവശം, കാൽവിരലുകൾ തൊട്ട് ശിരസ് വരെയും, ശിരസ് തൊട്ട് കാൽവിരലുകൾ വരെയും. ശരീരത്തെ ശ്രദ്ധിക്കാം. കാൽവിരലുകളും കൈവിരലുകളും ശ്രദ്ധിക്കാം. രണ്ട് കാലുകളും ചേർത്ത് വെച്ച് കൈകൾ രണ്ടും ലോക്ക് ചെയ്ത് നേരെ മുകളിലേക്ക് കൈവിരലുകൾ റിലീസ് ചെയ്ത് രണ്ട് കാൽമുട്ടുകളും മടക്കി വലതുവശത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. കൈകളുടെ സഹായത്തോടു കൂടി പതുക്കെ പ്രാണായാമം ചെയ്യാം. മുട്ടിൽ നിവർത്തിക്കാം. ദീർഘമായ ശ്വാസം മുകളിലേക്ക്, ദീർഘമായ ശ്വാസം. ആദ്യം സൂര്യഭേദന പ്രാണായാമം. വലത് മുക്കിലൂടെ ശ്വാസമെടുത്ത് ഇടതിലൂടെ പുറത്തേക്ക് വിടും. അതിന്റെ നടുവിലൊന്ന് കുംഭകം ചെയ്യാം. വലത് കൈമുട്ട് മടക്കി ഇടത് നാസാദരം ചെറുവിരലും മോതിരവിരലും കൊണ്ട് അടച്ചു പിടിക്കാം. നടുവിരലും മധ്യവിരലും ഭ്രൂമധ്യത്തിൽ സ്പർശിച്ച് വലത് നാസാദരം തുറന്ന് ദീർഘമായ ശ്വാസം വലതിലൂടെ എടുക്കാം. വലതടച്ചു പിടിക്കാം. 1 2 3 4 5. ഇടതിലൂടെ പൂർണ്ണമായും വീണ്ടും 3 തവണ കൂടി ആവർത്തിക്കാം. ഇടതടച്ചു പിടിക്കാം. ദീർഘമായ ശ്വാസം വലതിലൂടെ, വലതടച്ചു പിടിക്കാം. 1 2 3 4 5. അടുത്ത് പൂർണ്ണമായും 2 തവണ കൂടി ആവർത്തിക്കാം. ദീർഘമായ ശ്വാസം വലതിലൂടെ, വലതടച്ചു പിടിക്കാം. 1 2 3 4 5. ഇടതിലൂടെ പൂർണ്ണമായും ഒരു തവണ കൂടി ദീർഘമായ ശ്വാസം വലതിലൂടെ, വലതടച്ചു പിടിക്കാം. 1 2 3 4 5. പതുക്കെ വലത് കൈ റിലീസ് ചെയ്യാം. വലത് ചുമല് റൊട്ടേറ്റ് ചെയ്യാം. റിലാക്സ് ചെയ്യാം. വയറ്, നെഞ്ച്, ചുമല് റിലാക്സ് ചെയ്യാം. ചന്ദ്രഭേദന പ്രാണായാമം. ഇടത് നാസാദരം വഴി ശ്വാസം മുകളിലേക്ക് എടുത്ത് ഹോൾഡ് ചെയ്ത് വലത് നാസാദരം വഴി പുറത്തേക്ക് വിടും. ഇടത് കൈമുട്ട് മടക്കി വലത് നാസാദരം ചെറുവിരലും മോതിരവിരലും കൊണ്ട് അടിച്ചു പിടിക്കാം. ദീർഘമായ ശ്വാസം ഇടതിലൂടെ എടുക്കാം. ഇടതടച്ചു പിടിക്കാം. 1 2 3 4 5. വലതിലൂടെ പൂർണ്ണമായും
ശ്വാസത്തെ ഒന്ന് ക്രമീകരിക്കാൻ ശ്രമിക്കാം. വീണ്ടും വലത് അടച്ചു പിടിക്കാം. ഇടതിലൂടെ പൂർണ്ണമായും ശ്വാസം ഇടതടച്ചു പിടിക്കാം. 1 2 3 4 5. വലതിലൂടെ പൂർണ്ണമായും കൂടി അടച്ചു പിടിക്കാം. 1 2 3 4 5. വീണ്ടും വലതടച്ചു പിടിക്കാം. ദീർഘമായ ശ്വാസങ്ങളിലേക്ക് അടച്ചു പിടിക്കാം. 1 2 3 4 5. പതുക്കെ ഇടത് കൈ റിലീസ് ചെയ്യാം. ഇടത് ചുമലൊന്ന് പതുക്കെ തിരിച്ച് റൊട്ടേഷൻ ചെയ്യാം. വീണ്ടും ദീർഘമായ ശ്വാസം മുകളിലേക്ക്. ദീർഘമായ ശ്വാസം. രണ്ട് കൈമുട്ടുകളും മടക്കുക. അതിനുശേഷം തള്ളവിരല്, ചെറുവിരല്, മോതിരവിരല്, നടുവിരലും ഒന്ന് ബെൻഡ് ചെയ്യുക. ഭ്രമരി പ്രാണായാമം. രണ്ട് ചൂണ്ടുവിരലുകളും ചെവിയിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്യാം. ദീർഘമായ ശ്വാസമെടുത്ത് ശ്വാസം വിടുന്നതിനനുസരിച്ച് മകാരം അല്ലെങ്കിൽ ഭ്രമരി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. വീണ്ടും ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്. രണ്ട് ചുമലുകളൊന്നും റൊട്ടേറ്റ് ചെയ്യും. നാഡിശുദ്ധി. വലത് കൈമുട്ട് വീണ്ടും മടക്കാം. നാസിക മുദ്രയിലെ മുഖിന് മുകളിൽ വയ്ക്കാം. ദീർഘമായ ശ്വാസം ഇടതിലൂടെ ഉള്ളിലേക്ക് എടുക്കാം. ഇടതടച്ച് പിടിക്കാം. 1 2 3 4 5. വലതിലൂടെ പൂർണ്ണമായും പുറത്തേക്ക്. ദീർഘമായ ശ്വാസം വലതിലൂടെ എടുക്കാം. വലതടച്ച് പിടിക്കാം. 1 2 3 4 5. ഇടതിലൂടെ പൂർണ്ണമായും. രണ്ടോടെ കൂടി ആവർത്തിക്കാം. ദീർഘമായ ശ്വാസം ഇടതിലൂടെ.
അടച്ചു പിടിക്കാം. 1 2 3 4 5. വീണ്ടും ദീർഘമായ ശ്വാസം ഇതിലൂടെ വലുതടച്ചു പിടിക്കാം. 1 2 3 4 5. ദീർഘമായ ശ്വാസം ഇടത്തിലൂടെ ഒരു തവണ കൂടി. അടച്ചു പിടിക്കാം. 1 2 3 4 5. വലതിലൂടെ പോകുന്നത്. വീണ്ടും ദീർഘമായ ശ്വാസം വലതിലൂടെ. വലതടച്ചു പിടിക്കാം. 1 2 3 4 5. അതൊക്കെ വലത് റിലീസ് ചെയ്യാം. ദീർഘമായ ശ്വാസം ദീർഘമായ ശ്വാസം ബ്രീതിങ്. ഒരു പ്രാണായാമം കൂടി, ശീതളി പ്രാണായാമം. നാവ് റോൾ ചെയ്യാം അല്ലെങ്കിൽ ലിപ്സ് റോൾ ചെയ്യാം. എന്നിട്ട് ശ്വാസം ദീർഘമായി ഉള്ളിലൂടെ വായിലൂടെ എടുക്കാം. ശ്വാസം പൂർണ്ണമായും മൂക്കിലൂടെ പുറത്ത്. റോളിംഗ് പ്രാണായാമം. വായടച്ചു പിടിക്കാം. ശ്വാസം പൂർണ്ണമായും മൂക്കിലൂടെ 4 തവണ കൂടി ആവർത്തിക്കാം. ഇളം തണുത്ത കാറ്റ് ഉള്ളിലേക്ക് പോകുന്നതാണ്. 2 തവണ കൂടിയാവും. ഒരു തവണ കൂടി. സ്റ്റോപ്പ് ചെയ്യാം. സാധാരണ ശ്വാസം. നാസാദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക്, അതേപോലെ തന്നെ നാസാദ്വാരം വഴി പോകും. കണ്ണടച്ച് നോക്കുക. പ്രാണോർജ്ജം ശരീരത്തിൽ ഉള്ളിലൂടെ ഒഴുകുന്നതായി അറിയും. ഹൃദയസ്പന്ദന വേഗതയെ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ മനസ്സിലെ ചിന്തകളെ മുഖത്ത് ചെറു പുഞ്ചിരി വിടരുത്. ആന്തരികമായിട്ടുള്ള ആ ഒരു സന്തോഷത്തെ അറിയുക.
അവസ്ഥയിലേക്ക് കൊണ്ടുവരാം. രണ്ട് കൈകളും നമസ്കാരം മുദ്രയിടാം. ഒരു തവണ ഓംകാരം, അതിനുശേഷം ലോകാസമസ്താസം. ദീർഘമായ ശ്വാസങ്ങളിലേക്ക് കൈകൾ രണ്ടും കണ്ണട. കഴുത്ത് നെഞ്ച് വയറ് പൂർണ്ണമായും താഴേക്ക്. കണ്ണട തുറന്നു മുകളിലേക്ക് താഴേക്ക്. അടുത്ത ദിവസം